السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين. أما بعد فأوصيكم وإياي بتقوى الله رب العالمين. نويت الاعتكاف في هذا المسجد لله تعالى എന്ന നിയത്തോടുകൂടെ അള്ളാഹുവിൻ്റെ പള്ളിയിലുള്ള ഈ ഇരുത്തം നമ്മുടെ പക്കൽ നിന്ന് അള്ളാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മഹല്ലത്തിൽ ഇന്നലെ രാത്രി ഒരു മരണം സംഭവിച്ചു. പള്ളിയിലൊക്കെ സാധാരണ എപ്പോഴും ഉണ്ടാകാറുള്ള, നമ്മുടെ എല്ലാ വിഷയങ്ങളിലും പങ്കുകൊള്ളാറുള്ള നമ്മുടെ മുഹമ്മദ് ലിയാക്ക അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ റൂഹിനെ അള്ളാഹു കബൂൽ ചെയ്ത് അത് ഇല്ലിയീനിൽ അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. 9 മണിക്ക് മയ്യിത്ത് നിസ്കാരം നടക്കും ഇൻഷാ അല്ലാഹ്. മഹാനായ അബ്ദുല്ലാഹിൽ യാഫിഈ റളിയല്ലാഹു തആല അൻഹു, അഫീഫുദ്ദീൻ അബ്ദുല്ലാഹിൽ യാഫിഈ റളിയല്ലാഹു അൻഹു യമൻകാരനാണ്. ധാരാളം ആളുകൾ യമനിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുവാൻ വേണ്ടി മദീനത്തേക്ക് വന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. അവർ യമനിയാണ്. ആ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് നമ്മുടെ ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു. 2 സരണികളാണ് അഹ്ലുസുന്നക്ക് ലോകത്തുള്ളത്. അഹ്ലുസുന്ന എന്ന് പറയുന്ന ഈ വിഭാഗം, അവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ജൂതന്മാർ അവര് 71 വിഭാഗമായി അവര് ഭിന്നിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനികളും അങ്ങനെ തന്നെ 72 വിഭാഗമായി ഭിന്നിച്ചിട്ടുണ്ട്. എൻ്റെ ഉമ്മത്ത് 73 വിഭാഗമായി ഭിന്നിക്കുന്നതാണ്. അതിൽ ഒരു വിഭാഗം മാത്രമാണ് സ്വർഗത്തിലുള്ളത്. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, ആ ഒരു വിഭാഗം ആരാണ്? അപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി പറഞ്ഞത്, മാ അന അലൈഹി വ സ്വഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിലാണോ ഉള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ ഏതൊരു മാർഗത്തിൽ മാത്രമാണ് എന്ന് പറഞ്ഞില്ല, ഞാനും എൻ്റെ സഹാബത്തും. മാ അന അലൈഹി വ സ്വഹാബി, ഞാനും എൻ്റെ സഹാബത്തും. അപ്പൊ ഞാൻ എന്നതാണ് സുന്നത്ത്, സഹാബത്താണ് ജമാഅത്ത്. അതാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയാനുള്ള കാരണം. സഹാബത്ത് ഒരു കൂട്ടം ആൾക്കാരാണല്ലോ, ജമാഅത്ത് എന്ന് പറഞ്ഞ കൂട്ടം തന്നെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളൊക്കെ സുന്നത്തും അല്ലേ. അതാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയാൻ കാരണം. ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു മാർഗമാണോ സ്വീകരിച്ചത്, അപ്പൊ എന്നെ മാത്രം അംഗീകരിച്ചാൽ പോരാ, സഹാബത്തിനെ അംഗീകരിക്കണം. അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്തതും പറയാത്തതും സഹാബത്ത് ചെയ്യുകയോ പറയുകയോ ചെയ്യൂല. എന്നിട്ട് പോലും എൻ്റെ സഹാബത്തിനെ തള്ളി പറയരുത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ പലതും കടത്തി കൂട്ടിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, വളരെ മോശമായ രൂപത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ വല്ലാതെ ആക്ഷേപിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ഒരാൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി നമ്മുടെ അരൂരിലുള്ള ചുവന്ന കുന്നിലൊക്കെ ഒരുപാട് മാന്തന നടന്നിട്ട് ഇപ്പോഴും മാന്തന ആൾക്കാർ മാന്തന്നെയാണ്. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ എതിർപ്പുണ്ടായിരുന്നത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോടായിരുന്നു. അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രക്ഷപ്പെട്ട വിഭാഗം അവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഇമാം അബുൽ ഈസ് സമർഖന്ദി റളിയല്ലാഹു തആല അൻഹു മഹാനൗറുകൾ അവരുടെ കിതാബില് അത് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്.
രക്ഷപ്പെടുന്ന വിഭാഗം, സ്വർഗത്തിലുള്ള വിഭാഗം അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ് എന്ന് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ ആശയപരമായി, വിശ്വാസപരമായി പല കടത്തിക്കൂട്ടലുകളും പിൽക്കാലത്ത് വന്നപ്പോൾ, മുഅ്തസിലത്ത്, ഖവാരിജത്ത് എന്ന് തുടങ്ങിയ അവാന്തര വിഭാഗങ്ങളൊക്കെ വന്നപ്പോൾ പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ പ്രമാണങ്ങൾ ശരിയായ രൂപത്തിൽ പിൽക്കാലത്തുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ക്രോഡീകരിച്ച രണ്ട് ഇമാമിയങ്ങളാണ് ഹിജറ 330 വഫാത്തായ 31 വഫാത്തായ അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു, 33 വഫാത്തായ അബു മൻസൂർ മാതുരിദി റളിയല്ലാഹു അൻഹു. ഇങ്ങനെ രണ്ടുപേര് പരിശുദ്ധമായ അഹ്ലുസുന്നയുടെ ആശയങ്ങൾ ക്രോഡീകരിച്ചു. ചെറിയ ചില വ്യത്യാസങ്ങളെ അവർ തമ്മിലുള്ളൂ, വളരെ ചെറിയ, അത് വലിയ ഗുരുതരമായ വ്യത്യാസങ്ങളൊന്നുമല്ല. ചെറിയ ചെറിയ വീക്ഷണത്തിലും നിരീക്ഷണത്തിലുമുള്ള ചെറിയ വ്യത്യാസങ്ങളെ വിശ്വാസപരമായിട്ട് ഈ മാതുരിദി തരീഖത്തും അശ്അരി തരീഖത്തും തമ്മിലുള്ളൂ. അതിൽ നിന്ന് നമ്മുടെ ദിയാറുൽ ഹിന്ദ്, ഇന്ത്യ പോലത്തെ രാജ്യങ്ങൾ, അതേപോലെ ധാരാളം രാജ്യങ്ങൾ, റഷ്യ, ഖുറാസ്ഥാൻ പോലത്തെ രാജ്യങ്ങളിലൊക്കെ ഇമാം മാതുരിദി റളിയല്ലാഹു അൻഹു അവരെയാണ് അംഗീകരിക്കുന്നത്. നമ്മളൊക്കെ ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹുവിനെയാണ്. അശ്അരി തരീഖത്തും ഷാഫിഈ മദ്ഹബും ഉള്ളവരാണ് നമ്മൾ എന്ന് പറയും. എന്താണ് അതിന്റെ അർത്ഥം? ഞാൻ അശ്അരി തരീഖത്തുകാരനാണ്. തരീഖത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥം അതിനുണ്ട്. ഈ അശ്അരി തരീഖത്തുകാരനാണ് ഞാൻ, ഷാഫിഈ മദ്ഹബുകാരനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഞാൻ അശ്അരി തരീഖത്താണെന്ന് പറഞ്ഞാൽ എൻ്റെ വിശ്വാസ കാര്യങ്ങളിലെല്ലാം ഞാൻ വിശ്വാസ കാര്യങ്ങളിലൊക്കെ ദൃഢത വേണം. അതിൽ ഒരു സംശയങ്ങളോ ഭാവനയോ ഉണ്ടായാൽ പോരാ. അതിൽ നല്ല ഇൽമ്, യഖീന്, ദൃഢത വേണം വിശ്വാസ കാര്യങ്ങളിലൊക്കെ. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ പരിശുദ്ധമായ ഖുർആനിൽ നിന്നിട്ടും ഹദീസിൽ നിന്നൊക്കെ കണ്ടുപിടിച്ച് അത് ക്രോഡീകരിച്ചത് ഇമാം അബുൽ ഹസൻ അശ്അരി ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അബുൽ ഹസൻ അശ്അരി വിശ്വാസ കാര്യങ്ങളൊക്കെ ക്രോഡീകരിച്ചിട്ടുണ്ട്. ആ ക്രോഡീകരിച്ചതനുസരിച്ച് വിശ്വസിച്ചുകൊണ്ട്, വിശ്വാസവും കർമ്മമാണല്ലോ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവും ഉള്ളവനാണല്ലോ. ഈമാൻ കാര്യത്തിൽ വിശ്വസിക്കുകയും ഇസ്ലാം കാര്യം അനുഷ്ഠിക്കുകയും ചെയ്യുക. ഈമാൻ കാര്യം എന്ന് പറഞ്ഞാൽ വിശ്വാസ കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് വിശ്വാസം ആദ്യം വേണം. വിശ്വാസം ഉണ്ടാവുകയും ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഫഅലം ഉറപ്പിക്കുക അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ലെന്ന് ഉറപ്പിക്കുക. ആദ്യം ഉറപ്പിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് നാവ് കൊണ്ട് ഉച്ചരിച്ച് മനസ്സിൽ ഉറപ്പിക്കണം എന്ന് നമ്മൾ മദ്രസയിലൊക്കെ ചെറുപ്പത്തിലെ പഠിച്ചിക്കണല്ലോ. മനസ്സിൽ ഉറപ്പിക്കണം. അപ്പൊ വിശ്വാസ കാര്യങ്ങളൊക്കെ ഉറപ്പിക്കേണ്ടതാണ്. അത് വെറും ഭാവനയുടെ അടിസ്ഥാനത്തിലേക്കൂടാ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ ഉറപ്പിക്കുന്നത് അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു തആല അൻഹു അവർ വിശ്വാസ കാര്യങ്ങളെ ക്രോഡീകരിച്ചനുസരിച്ചാണ്. ഈമാൻ കാര്യം, ആ ഈമാൻ കാര്യത്തിലൊക്കെ പിന്നെ 6 ഈ വിഷയങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇസ്ലാം കാര്യങ്ങൾ കർമ്മപരമായി നമുക്ക് 5 കാര്യങ്ങൾ കർമ്മപരമായിട്ടുണ്ട്. അപ്പോ ഈ കർമ്മപരമായ കാര്യങ്ങളൊക്കെ തന്നെ നമുക്കിപ്പോ നേരിട്ടിട്ട് ഖുർആനിൽ ഒരു സ്ഥലത്തും ഒളുവിന്റെ ഷർത്തുകൾ ഇത്രയാണ്, ഒളുവിന്റെ ഫർദുകൾ ഇത്രയാണെന്ന് എണ്ണി പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരാള് പഴയ കാലത്ത് ചോദിച്ചിരുന്നു, അത് ഖുർആനിലുണ്ടോ? ഒളുവിന്റെ ഷർത്ത് ഇത്രയാണെന്ന് ഖുർആനിലുണ്ടോ? നമ്മളെ ചുവന്ന കുന്നില് അങ്ങനെ വാന്തിയ അയാള് പറഞ്ഞിരുന്നു, ഖുർആന്റെ ഫർദ്, ഒളുവിന്റെ ഷർത്ത് ഇത്രയാണ്, ഒളുവിന്റെ ഫർദ് ഇത്രയാണ്, നിസ്കാരത്തിന്റെ ഷർത്ത് ഇത്രയാണ്, ഫർദ് ഇത്രയാണ്, ഖുർആനിലുണ്ടോ? അയാൾ വലിയ ഒരു ആരോപണം പറഞ്ഞത് എന്താ? ദുഹർ നിസ്കാരം എന്ന് പറഞ്ഞ ഒരു നിസ്കാരത്തെ പറ്റി ഖുർആനിൽ പരാമർശമുണ്ടോ എന്നാ ചോദിക്കും. ഭയങ്കര വലിയ ചോദ്യം. ദുഹർ നിസ്കാരം, നിങ്ങൾ ദുഹർ നിസ്കരിച്ചോളി എന്ന് ഖുർആനിലുണ്ടോ? നിങ്ങൾ അസർ നിസ്കരിച്ചോളി എന്ന് ഖുർആനിലുണ്ടോ? ഇങ്ങനെയായിരുന്നു അയാളെ അവസാനത്തെ ചോദ്യം. അങ്ങനെയാണ് അങ്ങനെ കാട് കയറി പോയിരുന്ന അയാൾ ചെയ്തിരുന്നത്. അപ്പൊ പറഞ്ഞു വരുന്നത്, അതൊന്നും നമ്മളെപ്പോലത്തെ ആളുകൾക്ക് അതിൽ നിന്നൊന്നും കണ്ടെടുക്കാൻ സാധിക്കൂല. ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു ഒരൊറ്റ ഹദീസിൽ നിന്ന് 100 മസ്അലകളാണ് കണ്ടുപിടിച്ചത്. ഒറ്റ ഹദീസിൽ നിന്ന് 100 മസ്അലകൾ. അത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കഴിവ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാവർക്കും കൊടുക്കൂല. അപ്പോൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഇജ്മാഇൽ നിന്നും ഖിയാസിൽ നിന്നും ഷാഫിഈ ഇമാമിനെ പോലത്തെ വലിയ കഴിവുള്ള
അറബി ഭാഷയിലും അതേപോലെ തന്നെ അറബി സാഹിത്യത്തിലുമൊക്കെ വലിയ കഴിവുള്ള 17 കൊല്ലമാണ് ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു അൻഹു അറബി ഭാഷ പഠിക്കാൻ തന്നെ ഉപയോഗിച്ചത്. അറബി ആയിരിക്കെ അറബി ഭാഷ പഠിക്കാൻ തന്നെ ഉപയോഗിച്ചത് 17 കൊല്ലമാണ്. 54 കൊല്ലമാണ് ഷാഫി ഇമാം ജീവിച്ചത്. 54 കൊല്ലമാണ് ജീവിച്ചത്. ഈ 54 കൊല്ലത്തിൽ ഷാഫി ഇമാം പലയിടത്തും യാത്ര ചെയ്തു. ഗസയിലാണ് ജനിച്ചത്, മക്കയിലാണ് വളർന്നത്. അങ്ങനെ അതോടുകൂടി ഈജിപ്തിലാണ് മറവിട്ട് കിടക്കുന്നത് ഷാഫി ഇമാം. ഗസയിൽ ജനിച്ചു, മക്കയിൽ വളർന്നു, ഇപ്പൊ ഈജിപ്തിലാണ് ഷാഫി ഇമാം മറവിട്ട് കിടക്കുന്നത്. അപ്പൊ അതിന്റെ ഇടക്ക് ഷാഫി ഇമാം ബഗ്ദാദിലും അതേപോലെ തന്നെ മിസ്റിലും പലയിടത്തും യാത്ര ചെയ്തു. അവിടെയുള്ള ഒരു പോയിന്റ്, ഷാഫി ഇമാമിനിക്ക് 45 വയസ്സ്, പിന്നെ ആ 45 വയസ്സിന് ശേഷം 9 കൊല്ലമാണ് ജീവിച്ചത്. ഈ 45 വയസ്സുള്ളപ്പോഴാണ് ഷാഫി റളിയല്ലാഹു തആല അൻഹു മദ്ഹബ് പ്രഖ്യാപിക്കുന്നത്. എന്റെ മദ്ഹബ് ഷാഫി മദ്ഹബ് എന്നുള്ള മദ്ഹബ് പ്രഖ്യാപിക്കുന്നത് 45-ാമത്തെ വയസ്സിലാണ്. അത് കഴിഞ്ഞ് ഷാഫി ഇമാം ജീവിക്കുന്നത് 9 കൊല്ലം. 9 കൊല്ലം പിന്നെ ജീവിച്ചിട്ടുള്ളൂ. അപ്പൊ ഇത്രയും കാലം കഠിനമായ പ്രയത്നവും അധ്വാനവും, വലിയ അധ്വാനമാണ് ഷാഫി ഇമാം നടത്തിയത്. അത് മാലിക്കി മദ്ഹബ് നല്ലപോലെ പഠിച്ചു, ഹനഫി മദ്ഹബും നല്ലപോലെ പഠിച്ചു. ഇത് രണ്ടും നല്ലപോലെ പഠിച്ചതിന് ശേഷമാണ് ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു തന്റെ മദ്ഹബാകുന്ന ഷാഫി മദ്ഹബ് പ്രഖ്യാപിക്കുന്നത്. അപ്പോ 45 വയസ്സാണ്. ഇങ്ങനെ കഠിനമായ അധ്വാനത്തിലൂടെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഇജ്മാഇൽ നിന്നും ഖിയാസിൽ നിന്നും നമുക്ക് ചതുർ പ്രമാണങ്ങളാണുള്ളത്. ഇതൊക്കെ വളരെ വിശാലവും സുതാര്യവും ആണ്. ഇതൊക്കെ ഇങ്ങനെയൊന്നും കണിശമായ രൂപത്തിൽ മറ്റൊരു മതക്കാർക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമങ്ങളും തത്വങ്ങളും അതിന്റെ എവിഡൻസുകളും എല്ലാം ബുദ്ധിയുള്ള ആളുകൾ അറിയുമ്പോൾ അവര് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരും, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരും. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഒരാള് ഇസ്ലാമിലേക്ക് വന്ന ഒരു വിദ്യാസമ്പന്നയായ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ചില വിഷയങ്ങൾ എന്നോട് ചോദിച്ചു. ആ കുട്ടി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ആ കുട്ടിയുടെ പിതാവാണെങ്കിലോ ഒരു മതത്തിന്റെ വലിയൊരു നേതാവാണ്, മതത്തിന്റെ ഒരു വലിയ നേതാവും അതിന്റെ വലിയ പുരോഹിതനൊക്കെയാണ്. എന്നിട്ട് പോലും ആ കുട്ടിയുടെ ഉമ്മയാണെങ്കിലോ ഒരു അധ്യാപികയാണ്, അമ്മയാണെങ്കിൽ അധ്യാപികയാണ്. എന്നിട്ട് ആ കുട്ടി ദീനിലേക്ക് വന്നു. അതിന്റെ സഹോദരിയും ദീനിലേക്ക് വരാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമ്പോൾ അതിന് വേണ്ട തടയൊക്കെ അവരിട്ടു. ഏതായിരുന്നാലും കുട്ടി ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അതിന്റെ സൗന്ദര്യവും മറ്റുമൊക്കെ കണ്ടിട്ടും ഈ കോലാഹലങ്ങളും അതേപോലെ തന്നെ ഇസ്ലാമിലേക്ക് വരുന്ന ആളുകളെ തടയുകയൊക്കെ ചെയ്യുന്നതിന്റെ ഇടയിലും ബുദ്ധിയുള്ള ആൾക്കാർ പരിശുദ്ധ ദീനിലേക്ക് വരികയാണ്. അപ്പൊ ഈ ബുദ്ധിയുള്ള ആൾക്കാർ ദീനിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കെട്ടുകഥകളല്ല, അതിനൊക്കെ പ്രമാണങ്ങളുണ്ട്, അതിനൊക്കെ അടിസ്ഥാനങ്ങളുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലൊന്നും നമ്മളൊന്നും സ്വീകരിക്കൂല. ഇതൊക്കെ മനസ്സിലാക്കിയാണ് ദീനിലേക്ക് വരുമ്പോ അപ്പൊ പിന്നെ ദീനിലേക്കുള്ള ഈ ഒഴുക്ക് തടയാൻ ഭിന്നിപ്പ് സൃഷ്ടിക്കണം, വിഭാഗീയത സൃഷ്ടിക്കണം, വിദ്വേഷം സൃഷ്ടിക്കണം. അപ്പോഴേ ഈ ദീൻ ഇസ്ലാമിലേക്ക് വരുന്ന ഒഴുക്ക് തടയാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയിട്ടാണ് മുസ്ലിമീങ്ങളായ ആൾക്കാർ എന്ത് ചെയ്താലും അവിടെയൊക്കെ ഒരു വർഗീയതയും മറ്റുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും അതിലൊക്കെ ഒരു വർഗീയത കാണുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ നമ്മളിത് മനസ്സിലാക്കിയിരിക്കണം. എന്താണിത്? ഞാൻ ഷാഫിഈ മദ്ഹബാണ്, ഞാൻ അശ്അരി തരീഖത്താണ്. എന്താണ് ഇപ്പൊ ഇങ്ങനൊക്കെ പറഞ്ഞാൽ എന്താണ് ഇതിന്റെ അർത്ഥം? അത് നമ്മൾ പഠിക്കണം, നമ്മളെ പിൻതലമുറക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ട. മോനെ അത് ഇങ്ങനെയാണ്, ആ പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഖുർആൻ നോക്കിയിട്ട് നമുക്ക് നിസ്കാരത്തിന്റെ ഫർദുകൾ, ഒന്നു മുറിയുന്ന കാര്യങ്ങൾ, ഇതൊന്നും ഖുർആൻ നോക്കിയാൽ ഞമ്മക്കാർക്കും കിട്ടൂല, ഹദീസ് നോക്കിയാൽ നമുക്ക് കിട്ടൂല. അത് കിട്ടേണ്ട ആൾക്കാർക്ക് അത് കിട്ടും. അതേതുപോലെ ഞാനൊരിക്കൽ ഒരു ഹോമിയോ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി അതിന്റെ ഒരു സ്റ്റാളിൽ ചെന്നപ്പോൾ അവിടെയുള്ള ഒരു പ്രായമുള്ള ഒരാൾ, അയാൾ എന്നോട് പറഞ്ഞു, മൊയ്ലിയാരെ, വെള്ളുള്ളി തിന്നാല് ഗ്യാസിനൊക്കെ നല്ല ശമനം ഉണ്ടാവും, പക്ഷെ അത് തിന്നേണ്ട രൂപത്തിൽ തിന്നണം, അതിന് ഇത്ര തിന്നണം, ഇന്ന സമയത്ത് തിന്നണം എന്നൊക്കെ ചില നിബന്ധനകളൊക്കെ ഉണ്ട്, എന്നാലേ അതിന്റെ ഫലം കിട്ടുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി. അത് ശരിയാണ്. ഓരോന്നും അത് എങ്ങനെ ഉപയോഗിക്കണം, ഏതൊക്കെ രൂപത്തിൽ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എല്ലാം നമ്മുടെ ശരീരത്തിന് അത് പറ്റിക്കൊള്ളുന്നില്ല. എൻ്റെ ശരീരത്തിന് പറ്റുന്നത് നിങ്ങളുടെ ശരീരത്തിന് പറ്റിക്കൊള്ളുന്നില്ല. ഡോക്ടർ ജനാർദ്ദൻ അദ്ദേഹം പറഞ്ഞത്, മനുഷ്യ ശരീരത്തിലുള്ള രക്തങ്ങൾ പല ഗ്രൂപ്പുകളാണ്.
ആ ഓരോ ഗ്രൂപ്പിനനുസരിച്ചുള്ള ഭക്ഷണമാണ് അവർ കഴിക്കേണ്ടത്. ഓ പോസിറ്റീവുകാർ കഴിക്കേണ്ട ഭക്ഷണമല്ല നെഗറ്റീവുകാർ കഴിക്കേണ്ടത്, എ പോസിറ്റീവുകാർ കഴിക്കേണ്ടതല്ല മറ്റുള്ളവർ കഴിക്കേണ്ടത്. ഇങ്ങനെ രക്തത്തിന്റെ ഗ്രൂപ്പ് അനുസരിച്ച് ഭക്ഷണം മാറ്റം വരുത്തണം എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ബുദ്ധിപരമായിട്ട് ഏകദേശം ശരിയാണ്. കാരണം ഓരോരുത്തരുടെ രക്തം ഓരോ കോലത്തിലാണ്. അപ്പോൾ ഓരോരുത്തർക്കും പല രൂപത്തിൽ എന്ത് ചെയ്യും, വിഷയങ്ങളൊക്കെ മനസ്സിലാവുകയും ഒക്കെ ചെയ്യും. അപ്പൊ അതുപോലെ വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിൽ നിന്നിട്ട് എല്ലാവർക്കും നിയമങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയില്ല. അതിന് പറ്റുന്ന ആൾക്കാർ, അപ്പൊ അതിന് പറ്റുന്ന ആൾക്കാർ ആരൊക്കെയാണ്? അതിന് പറ്റുന്ന ആളുകളെ ചില കാറ്റഗറികൾ ഇവിടെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അൽ മുത്തലഖുൽ മുജ്തഹിദു എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അത് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ശേഷം അഥവാ ഹിജറ 400 ശേഷം അത്തരം ആൾക്കാർ പിന്നെ ഉണ്ടായിട്ടില്ലെന്നാണ്. പരിശുദ്ധ ഖുർആനും സുന്നത്തും നോക്കിയിട്ട് നിയമങ്ങൾ കണ്ടുപിടിക്കാൻ കഴിവുള്ള ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ പണ്ഡിതന്മാർ അവര് ഹിജറ 400 ശേഷം പിന്നെ അവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ 1000ഓളം കൊല്ലായി അത്തരം ആൾക്കാർ ഇല്ലാതെയായിട്ട്, 1000ഓളം കൊല്ലമായി. അപ്പൊ ഇങ്ങനെയുള്ള വലിയ പണ്ഡിതന്മാർ പരിശുദ്ധമായ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നിട്ടും നമ്മുടെ കർമ്മപരമായ കാര്യങ്ങൾ കണ്ടുപിടിച്ചു. അതിൽ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പെടുന്നു. അപ്പോ നമ്മുടെ കർമ്മപരമായ കാര്യങ്ങളൊക്കെ ക്രോഡീകരിച്ചത് ഇമാമുന ഷാഫിഈ തങ്ങളാണ്. അപ്പൊ ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ മദ്ഹബായി നമ്മൾ സ്വീകരിക്കുന്നു പറഞ്ഞതിന്റെ അർത്ഥമാണ് നമ്മുടെ കർമ്മപരമായ കാര്യങ്ങളൊക്കെ നമുക്കൊന്നും ഖുർആൻ നോക്കിയിട്ട് നിസ്കാരത്തിന്റെ ഫർളും ഷർത്തും നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളൊന്നും നമുക്കറിഞ്ഞുകൂടാ, നമുക്കത് അറിയാൻ സാധ്യമല്ല. അതാർക്കും സാധാരണക്കാരനക്ക് നല്ല ഒരു പണ്ഡിതനക്ക്, ഇപ്പോഴത്തെ ഒരു പണ്ഡിതന്മാർക്ക് പോലും അതൊന്നും കഴിയില്ല. അപ്പൊ അതുകൊണ്ടാണ് അവരതൊക്കെ നല്ല പോലെ പഠിച്ച് അതിന്റെ ആഴത്തിലേക്കൊക്കെ ഇറങ്ങുമ്പോഴാണ് അവർ ചെയ്ത സേവനം ഒക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. സുബ്ഹാനല്ലാഹ്, ഓരോ ആയത്തിൽ നിന്നും ഹദീസിൽ നിന്നൊക്കെ വരുന്ന മസാലകൾ അവർക്കേ കഴിയുള്ളൂ. അപ്പൊ ചുരുക്കത്തിൽ ഷാഫിഈ മദ്ഹബുകാരനാണെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ഖുർആനും ഹദീസും ഇജ്മാഉം ഖിയാസും ഒക്കെ മനസ്സിലാക്കിയിട്ട് അവർ ക്രോഡീകരിച്ച അടിസ്ഥാനത്തിലാണ് എന്നാണ് അതിന്റെ അർത്ഥം. അശ്അരിയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ വിശ്വസിക്കുന്നതും ഉറപ്പിക്കുന്നതും ഒക്കെ ആ വിശ്വാസ കാര്യങ്ങൾ ക്രോഡീകരിച്ചത് ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു തആല അൻഹു ആണ്. അതാണ് നമ്മൾ അശ്അരി തരീഖത്ത് എന്ന് പറയുന്നത്. ഞാനത് പറയാനുള്ള കാരണം, മഹാനായ അബൂ മൂസൽ അശ്അരി എന്ന് പറഞ്ഞിട്ട് വലിയ ഒരു സഹാബിയുണ്ട്. ആ സഹാബിന്റെ പേരക്കുട്ടിയാണ് നമ്മുടെ ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു. ഇമാം മാതുരിദി ആണെങ്കിലോ അബു അയ്യൂബുൽ അൻസാരി എന്ന് പറയുന്ന സഹാബിയുടെ പേരക്കുട്ടിയാണ്. അബു അയ്യൂബുൽ അൻസാരിയുടെ പേരക്കുട്ടിയാണ് ഇമാം മാതുരിദി. ഇമാമുന ഷാഫിഈ ആണെങ്കിലോ ഖുറൈശിയാണ്. ഇമാമുന ഷാഫിഈന്റെ വല്യാപ്പയും മുത്തുനബിന്റെ വല്യാപ്പയും അബ്ദു മനാഫാണ്. ഇവരൊന്നും മോശക്കാരല്ല. 4 ഇമാമിങ്ങളെ കൂട്ടത്തില് മാലിക് ഇമാമ്, ആദ്യത്തെ ഇമാമ് അബു ഹനീഫ ഇമാമ, ആദ്യത്തെ ഇമാമ് അബു ഹനീഫ ഇമാമ്, പിന്നെ മാലിക് ഇമാമ്, പിന്നെ ഷാഫി ഇമാമ്, പിന്നെ അഹ്മദ് ബിൻ ഹംബൽ. അബു ഹനീഫ ഇമാമാണ് 6 സഹാബിമാരെ കണ്ട ആളാണ്. 6 സഹാബിമാരിൽ നിന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹുവിനെ പോലും കണ്ട ആളാണ്. അനസ് റളിയല്ലാഹുവിനെ കണ്ടിരിക്കുന്നു അബു ഹനീഫ ഇമാം. അപ്പൊ ഈ അബു ഹനീഫ ഇമാമാണ് ആദ്യത്തെ, എന്ന് വെച്ചാൽ പ്രായം കൊണ്ട് ആദ്യത്തെ ആള് അബു ഹനീഫ ഇമാമാണ്. രണ്ടാമത് മാലിക് ഇമാമാണ്. അബു ഹനീഫ ഇമാമ് മരിച്ച ആ ദിവസമാണ് ഷാഫി ഇമാമിനെ പ്രസവിക്കപ്പെട്ടത്. അബു ഹനീഫ ഇമാമ് മരിച്ച ആ ദിവസമാണ് ഷാഫി ഇമാം പ്രസവിക്കപ്പെട്ടത്. അപ്പോൾ ഈ 4 ഇമാമിങ്ങളെ കൂട്ടത്തില് ഖുറൈശി ഷാഫി ഇമാമാണ്. ഇമാം ഷാഫി ഖുറൈശിയാണ്. റസൂലുള്ളാഹിന്റെ ഉപ്പാപ്പ അബ്ദു മനാഫ്. ആ അബ്ദു മനാഫിലേക്ക് മഹാനായ ഷാഫി ഇമാം എത്തുന്നുണ്ട്. അപ്പോൾ അബ്ദു മനാഫിലേക്ക് 4 മക്കളുണ്ട്. ആ കൂട്ടത്തില് ഹാഷിം, മുത്തലിബ്, അതേപോലെ തന്നെ ഹാഷിം, അതേപോലെ തന്നെ അബ്ദു ഷംസ്, നൗഫല്, ഇങ്ങനെ 4 മക്കളുണ്ടായിരുന്നു. അപ്പൊ അതില് റസൂലുള്ളാഹ് വരുന്നത് അബ്ദു മനാഫിന്റെ ഹാഷിം എന്ന മകനിലൂടെയാണ് റസൂലുള്ളാഹ് വരുന്നത്. ഷാഫി ഇമാമ് വരുന്നത് അബ്ദു മനാഫിന്റെ മറ്റൊരു മകൻ മുത്തലിബിലൂടെയാണ് വരുന്നത്. മുത്തലിബും അബ്ദുൽ മുത്തലിബും രണ്ടാണ്. മുത്തലിബ് അബ്ദുൽ മുത്തലിബ് രണ്ടാണ്. അപ്പൊ ഷാഫി ഇമാമിന്റെ ഉപ്പാപ്പ മുത്തലിബും റസൂലുള്ളാഹിന്റെ ഉപ്പാപ്പ ഹാഷിമുമാണ്. രണ്ടുപേരുടെയും ബാപ്പ അബ്ദു മനാഫാണ്. രണ്ടുപേരുടെ ബാപ്പ അബ്ദു മനാഫ് ഖുറൈശിയാണ്. രണ്ടുപേരും ഖുറൈശികളാണ്. ഷാഫി ഇമാമ് സയ്യിദ് അല്ല. സയ്യിദ് ആണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ ഫാത്തിമ ബീവിയിലേക്ക് ആ പരമ്പര എത്തുമ്പോഴേ സയ്യിദ് ആവുകയുള്ളൂ. ഏതായിരുന്നാലും ഷാഫി റളിയല്ലാഹു തആല അൻഹു ഖുറൈശി പണ്ഡിതനാണ്. ആ 4 ഇമാമിങ്ങളെ കൂട്ടത്തിൽ ഖുറൈശി ആയിട്ടുള്ളത് ഷാഫി റളിയല്ലാഹു തആല അൻഹു ആണ്.
അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഷാഫി ഇമാം ക്രോഡീകരിച്ചതനുസരിച്ച് നമ്മൾ കർമ്മങ്ങളൊക്കെ ക്രമീകരിച്ചു. വിശ്വാസങ്ങളൊക്കെ മഹാനായ ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ രൂപത്തിലും. ഇത് പറയാനുള്ള കാരണം അബ്ദുല്ലാഹിൽ യാഫിഈ റളിയല്ലാഹു തആല അൻഹുവിന്റെ കിതാബാണ് എൻ്റെ മുന്നിൽ. മഹാനവറുകൾ യമൻകാരനാണ്. പിന്നീട് മഹാനവറുകൾ മദീനത്ത് പോയി. അവിടെയാണ് അബ്ദുല്ലാഹിൽ യാഫിഈ റളിയല്ലാഹു അൻഹു ഇപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ധാരാളം ഔലിയാക്കന്മാരെ കൂട്ടത്തില് ഔലിയാക്കന്മാരെ ചരിത്രം പറയുകയും അവരുടെ കൂട്ടത്തിലും പെട്ട ആളാണ് മഹാനവറുകൾ. വഖാല ജഅഫർ ഇബ്നു നുസൈർ റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹിൽ യാഫി പറയാണ്, ജഅഫർ ഇബ്നു നുസൈർ എന്ന് പറയുന്ന മഹാനവറുകൾ പറഞ്ഞു, ദഫഅ ഇലയ്യൽ ജുനൈദു ദിർഹമൻ, എനിക്ക് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഒരു ദിർഹം തന്നു. ഒരു ദിർഹം എന്ന് പറഞ്ഞാൽ ഒരു വെള്ളി നാണയം. വെള്ളി നാണയം സ്വർണ്ണ നാണയമാണ് അന്ന് ഉപയോഗത്തിലുള്ളത്. അപ്പൊ എനിക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ ക്രിയവിക്രയങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത് സാധനങ്ങൾ കൈമാറ്റം ചെയ്യലായിരുന്നു. ഈത്തപ്പഴം കൊടുത്തിട്ട് ഗോതമ്പം വാങ്ങിക്കും, ഗോതമ്പം കൊടുത്തിട്ട് ദൈത്തെണ്ണ വാങ്ങിക്കും. ഇങ്ങനെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യലായിരുന്നു ആദ്യകാലത്തുണ്ടായിരുന്നത്. പിൽക്കാലത്ത് പിന്നീട് അത് വാങ്ങിക്കുവാനും കൊള്ളുവാനും ഒക്കെ വിലകളായിക്കൊണ്ട്, അന്ന് വിലകൾ എന്ന് പറഞ്ഞ ഒന്നുണ്ടായിരുന്നില്ല, അത് പിൽക്കാലത്ത് വന്നതാണ്. വിലകളായിക്കൊണ്ട് പിന്നീട് ദിർഹമിനെയും ദീനാറിനെയും നിശ്ചയിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ദിർഹമിലും ദീനാറിലും സക്കാത്ത് വരാനുള്ള കാരണം. സക്കാത്ത് ദിർഹമിലും ദീനാറിലും സക്കാത്തുണ്ട്. വെള്ളി നാണയത്തിലും സ്വർണ്ണ നാണയത്തിലും സക്കാത്ത് വരാനുള്ള കാരണം അതാണ്. ആ ദിർഹമിന്റെയും ദീനാറിന്റെയും സ്ഥാനത്ത് നിൽക്കുന്നതാണ് നമ്മുടെ കടലാസു പണം. കടലാസു പണം എന്ന് പറഞ്ഞാൽ കറൻസി. കറൻസി അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന, അതിന്റെ ഉപയോഗം നടത്തുന്ന ഒന്നാണ് കറൻസി. അതുകൊണ്ടാണ് കറൻസിക്ക് സക്കാത്ത് വരാനുള്ള കാരണം. കറൻസി എന്നതിന്റെ മൂല്യത്തിനാണ് സക്കാത്ത്. കറൻസി എന്നതിന്റെ ആ ദാത്തിനിക്ക് അഥവാ ആ കടലാസ് ആകുന്ന ആ സാധനത്തിനല്ല സക്കാത്തുള്ളത്. കടലാസ് ഇപ്പൊ നമ്മളെ പഴയ 1000 രൂപ അതെന്തിനെങ്കിലും പറ്റും? പഴയ 1000 രൂപ അതൊന്നിനും പറ്റൂലല്ലോ. അപ്പൊ അതേപോലെ 2000 രൂപ ഒന്നും ഇപ്പൊ ഒന്നിനും പറ്റൂല. അതിന്റെ അംഗീകാരം പിൻവലിച്ച പിന്നെ അതൊന്നിനും പറ്റൂല. സ്വർണ്ണവും വെള്ളിയും അങ്ങനല്ല, അത് എക്കാലത്തും അത് വിലയുള്ളൊരു സാധനം തന്നെയാണ്. ഇനി അത് നാണയമായിട്ട് ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും അത് വിലയുള്ളൊരു സാധനം തന്നെയാണ്. കറൻസിന്റെ മൂല്യത്തിനാണ് നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത്. അപ്പൊ പിൽക്കാലത്ത് വെള്ളി നാണയങ്ങളും സ്വർണ്ണ നാണയങ്ങളും ഒക്കെ ഉപയോഗിക്കപ്പെട്ടു. പിന്നെ അതും കഴിഞ്ഞിട്ട് ചെമ്പ് നാണയങ്ങളും അതേപോലെ തന്നെ ഓട്ടമുക്കാല്, മുക്കാല്, ഓട്ടമുക്കാല് എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ കാലത്ത് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ സാധനങ്ങളൊക്കെ ഓട്ടമുക്കാലും കാലും മുക്കാലും ഒക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ പിൽക്കാലത്ത് വന്നതാണ്. അതിന്റെ ശേഷമാണ് എഡ്വേർഡ് രാജ്ഞിയുടെ കാലഘട്ടത്തിലാണ് പിന്നീട് നമ്മുടെ ഇന്ത്യ രാജ്യത്തൊക്കെ കറൻസി വന്നത് അഥവാ കടലാസു പണം വന്നത്. അതിലൊക്കെ അക്കാലഘട്ടത്തിലൊക്കെ വലിയ തർക്കങ്ങൾ നടന്നിരുന്നു. ഈ കടലാസു പണം ഇതിന്റെ ഹുക്കുമെന്താണ്? ഇതുകൊണ്ടൊരു സാധനം മേടിക്കാൻ പറ്റുമോ? കാരണം ഇത് ഏതല്ലല്ലോ, ഒരു വിലയുള്ള സാധനമല്ലോ, അതിന്റെ അംഗീകാരം പിൻവലിച്ച പിന്നെ അതൊന്നിനും പറ്റൂല എന്ന തർക്കങ്ങളൊക്കെ അക്കാലഘട്ടത്തിൽ നടന്നിരുന്നു. ഏതായിരുന്നാലും ദിർഹം, ദീനാർ, മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു വലിയാണ്, സൂഫിയാണ്. അവർ എൻ്റെ അടുക്കൽ ഒരു ദിർഹം തന്നു. ഒരു ദിർഹം തന്നിട്ട് വഖാല ഇഷ്തരി ബിഹി അത്തീന അൽ വസീരിയ, നിങ്ങൾ ഇതുകൊണ്ട് അത്തിപ്പഴം മേടിക്കണം എന്നാണ്. ഒത്തീനി വസ്സൈത്തൂൻ, അത്തിപ്പഴവും അതേപോലെ തന്നെ സൈത്തൂനും ഖുർആൻ ശരീഫിൽ പറഞ്ഞതാണ്. ധാരാളം രോഗങ്ങൾക്ക് അതുകൊണ്ട് ശിഫയുണ്ട്. അത്തിപ്പഴം കഴിക്കുന്നതൊക്കെ ധാരാളം രോഗങ്ങൾക്ക് ശിഫയുണ്ടെന്നും പ്രതിരോധം വർദ്ധിക്കാനും ഞരമ്പിന്റെ ശക്തി കൂടാനൊക്കെ അത് നിമിത്തമാണ്, കാരണമാണ്. ഷുഗറുള്ള ആൾക്കാർ കൂടുതൽ കഴിക്കാൻ പറ്റില്ല എന്ന് മാത്രം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ജെയ്ത്തൂനും അങ്ങനെ തന്നെയാണ്. ജെയ്ത്തൂൻ അസ്ലിയായ ഒറിജിനലായ ജെയ്ത്തൂൻ കിട്ടണം. ഡ്യൂപ്ലിക്കേറ്റ് ധാരാളം അതിലൊക്കെ വരുന്നുണ്ട്. അതിൽ നല്ല ഒറിജിനൽ ജെയ്ത്തൂൻ അതൊക്കെ ഉപയോഗിക്കുന്നത് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുമെന്ന് എല്ലാ ഡോക്ടർമാരും പറയുന്നുണ്ട്. അപ്പോ തീൻ, മഹാന്മാരായ ആൾക്കാരൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനമാണ് തീൻ. ആ അത്തിപ്പഴം വാങ്ങിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞു. അൽ വസീരിയ, ഉപ്പിലിട്ട അത്തിപ്പഴം, അങ്ങനെ പറഞ്ഞത്. അത്തിപ്പഴം ഉപ്പിലിട്ടിട്ടുണ്ടാവും. അത് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞു. മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ അത് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞു. ഫസ്തറൈതുഹു, ഞാനത് വാങ്ങിച്ചു കൊണ്ടുവന്നു. അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവന്നു നോമ്പറക്കാൻ നേരത്ത് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഒക്കെ അധിക സമയത്തും നോമ്പുകാരാണ്, എപ്പോഴും നോമ്പ് നോൽക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ. അങ്ങനെ നോമ്പ് തുറക്കാൻ സമയത്ത് അതിൽ നിന്നിട്ടുള്ള അഖദ വാഹിദൻ വദഅഹു ഫീ ഫമിഹി തുമ്മ അൽഖാഹ്, അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് വായിൽ വെച്ചിട്ട് തുപ്പിക്കളയും.
വബക്ക, എന്നിട്ട് ഭയങ്കര കരച്ചിൽ. മഹാനവറുകളാണ് എൻ്റെ അടുത്ത് ഒരു ദിർഹം തന്നത്, അത്തിപ്പഴം വാങ്ങിക്കാൻ പറഞ്ഞതും മഹാനവറുകളാണ്. അത് വാങ്ങിച്ചു കൊണ്ടുവന്ന് നോമ്പറക്കാൻ നേരത്ത് അത് വായിൽ വെച്ചപ്പോ അതങ്ങ് തുപ്പിക്കളഞ്ഞിട്ട് പിന്നെ കരയാൻ തുടങ്ങി. ഒക്കാൽ എഹ്മിലു, എടുത്തോണ്ടേക്കാർ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തേപ്പ ഇങ്ങനെ? അപ്പൊ പറഞ്ഞു, ഫഖാല ഹുത്തിഫ ഫീ ഖൽബി, എന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു വിളിയാളം വന്നു. ഞാൻ ആ അത്തിപ്പഴം വായിലിട്ടപ്പോ എന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു വിളിയാളം വന്നു. അമാ തസ്തഹീ മൻ തറക്തഹാ മിൻ അജ്ലിഹി സുമ്മ തഊദ ഇലൈഹാ. നിങ്ങളെപ്പോലത്തെ ആൾക്കാര് മനസ്സ് ശരീരം ആവശ്യപ്പെടുന്നത് ഒഴിവാക്കുന്ന സ്വഭാവമല്ലേ നിങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത് എന്നെന്റെ മനസ്സിൽ നിന്ന് വരാം, കൽബിൽ നിന്നൊരു വിളിയാളം വരാം. നിങ്ങളെപ്പോലത്തെ ആൾക്കാര് ശരീരം ആഗ്രഹിക്കുന്നത് ഒഴിവാക്കുന്ന ആൾക്കാരാണല്ലോ. നിങ്ങൾക്കൊരു അത്തിപ്പഴം തിന്നാൻ ആഗ്രഹം വന്നപ്പോ ആ ആഗ്രഹമുള്ളത് നിങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് നിർവഹിക്കുകയാണോ? ആഗ്രഹിക്കുന്നതൊക്കെ നിർവഹിക്കേണ്ടത് ദുനിയാവെന്നല്ല, അത് ആഖിറത്തെന്നാണ്. നമ്മൾ വലക്കുമ്മാ തഷ്തഹി അൻഫുസുക്കും വലക്കുമ്മാ തദ്ദഊൻ നുസുലൻ മിൻ ഗഫീറുർ റഹീം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. അത് സ്വർഗത്തിനെ പറ്റിയാ പറഞ്ഞത്, ദുനിയാവിനെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടുന്ന സ്ഥലമാണ് ദുനിയാവ് എന്ന് പറഞ്ഞിട്ടില്ല. സ്വർഗം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതൊക്കെ അത് അവിടെ കിട്ടുമെന്നാ പറഞ്ഞത്. അപ്പൊ ശരീരം ആഗ്രഹിക്കുന്നത് വർജിക്കുകയാണ് സൂഫിയാക്കളുടെ പതിവ്, ഔലിയാക്കന്മാരുടെ പതിവ്. ശരീരം ആഗ്രഹിക്കുന്നത് വർജിക്കുകയാണ്, അത് ഉപയോഗിക്കലല്ല. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ അത്തിപ്പഴം നിങ്ങൾ എന്തുകൊണ്ട് ഭക്ഷിക്കുന്നു എന്ന് എൻ്റെ മനസ്സിൽ, എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വിളിയാളം വന്നപ്പോ ഞാൻ തുപ്പിക്കളഞ്ഞതാണ്. നിങ്ങൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ടാണല്ലോ നിങ്ങൾ ഔലിയാക്കന്മാരും സൂഫിയാക്കളും ഒക്കെ ആയത്. എന്നിട്ട് ആ പഴയ അവസ്ഥയിലേക്ക് നിങ്ങൾ മടങ്ങുകയാണോ? ശരീരം ഇച്ഛിക്കുന്നതിനേക്ക് വഴിപ്പെടുകയാണോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ അത് തുപ്പിക്കളഞ്ഞതാണ്. ഇങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ജീവിച്ചിരുന്നു. ഇവിടെയൊക്കെ നമുക്ക് ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന പാഠം, നമ്മുടെ ശരീരം ഇച്ഛിക്കുന്നതിനനുസരിച്ച് ഒരു മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ അവന്റെ കൽബിന്റെ പ്രകാശം കുറഞ്ഞു വരുന്നതാണ്. കൽബിന്റെ പ്രകാശം ഇങ്ങനെ കുറഞ്ഞു വരും. ശരീരത്തിന് വഴങ്ങുന്നതിനനുസരിച്ച് അള്ളാഹു നമുക്ക് കൽബിൽ നൽകിയ ഈമാൻ എന്ന നൂറിന്റെ പ്രഭ മങ്ങി വരും. ഏറ്റവും വലിയ ജിഹാദ് യുദ്ധം ശരീരത്തിനോട് ചെയ്യുന്ന യുദ്ധമാണ്. ശരീരം ഇച്ഛിക്കുന്നത് അത് വർജിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ജിഹാദ്. ഉലിയാക്കന്മാരായ ആൾക്കാരൊക്കെ ഇങ്ങനെയായിരുന്നു. മറ്റൊരു സംഭവം മഹാനായ അബ്ദുല്ലാഹി അൽ യാഫി തങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഖാല ഇബ്രാഹിം അൽ ഖവാസ്, അതും വലിയൊരു മഹാനാണ്. കുന്തു ഫി ജബലി ലിക്കാം, ഞാൻ സിറിയയിലെ ലിക്കാം എന്ന് പറയുന്ന ഒരു പർവ്വതത്തിലായിരുന്നു. സിറിയ, സുബ്ഹാനല്ലാഹ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാടാണത്. മൂസാ നബി ഇവരൊക്കെ ജനിച്ച സ്ഥലങ്ങളാണ് അതൊക്കെ വലിയ വലിയ പഴയകാല നാഗരികതയുള്ള വലിയ പട്ടണങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. ചരിത്രത്തിൽ ഒരുപാട് ഇടം നേടിയ സ്ഥലമാണ്. ഇനി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മലായിക്കത്തിന്റെ ചിറകിലേറിയിട്ട് ഈസാ നബി ഇപ്പോൾ ഉള്ള ആകാശത്തിൽ, ഈസാ നബി ആകാശത്ത് തന്നെ ഉള്ളത്, ആ ആകാശത്തിൽ നിന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആ ഇറങ്ങി വരുന്ന സ്ഥലവും സിറിയയിലെ ഡമസ്കസിലെ മനാറത്തുൽ ബൈള ആണ്. അവിടേക്കാണ് ഈ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരിക. അവിടേക്കാണ് ഈസാ നബിയുടെ വരവ്, അവിടെയാണ്. അത്രക്കും പ്രസിദ്ധമായ സ്ഥലമാണ് അത്. നേരത്തെ പറഞ്ഞ പോലെ യമന് ഒരുപാട് മഹത്വക്കുള്ള സ്ഥലമാണ്. അള്ളാഹു എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ആ സ്ഥലങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിലാക്കി തീർക്കുമാറാകട്ടെ എന്ന് നമുക്ക് ദ്വാരക്കാം. ഏതായിരുന്നാലും അവിടെയുള്ള ഒരു പർവ്വതം, ആ പർവ്വതത്തിന്റെ പേര് സിറിയയിലുള്ള ഒരു പദം ലിക്കാമ് പർവ്വതം. ഞാൻ അവിടെ ഇങ്ങനെ താമസിക്കുമ്പോൾ ഫറഅയ്തു റുമ്മാനൻ, ഇബ്രാഹിം അൽ ഖവാസ് തങ്ങൾ പറയാണ്, ഒരു ഉറുമാമ്പഴം കണ്ടു. ഉറുമാമ്പഴത്തിന്റെ ഒരു മരം, ആ മരം ഞാൻ കണ്ടു. ഫസ്തഹൈതുഹു, അപ്പൊ എനിക്കൊരു ഉറുമാമ്പഴം കിട്ടിയ തെറ്റില്ല എന്നൊരു മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം വന്നു. ഒരു ഉറുമാമ്പഴം കിട്ടിയ തെറ്റില്ല എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു. അപ്പൊ ഒരു മലയിൽ വിഭാഗത്ത് ചെയ്യാൻ വേണ്ടി പോയതാണ് ആ മലമ്പ്രദേശത്തൊക്കെ. ഇപ്പൊ ധനൗത്തു, അങ്ങനെ ഞാൻ ആ ഉറുമാമ്പഴത്തിന്റെ ആ മരത്തിന്റെ അടുത്ത് എന്നിട്ട് ഫാഖത്ത് മിൻ വാഹിദൻ, ഞാൻ ഒന്നെടുത്തു, ഒരു ഉറുമാമ്പഴം അതിൽ നിന്ന് എടുത്തു. അത് മലമ്പ്രദേശത്തുള്ളതൊക്കെ പൊതുവാണ്, ആർക്ക് കൊടുക്കാലോ. അത് ഞാൻ എടുത്തു. ഫവജത്തുഹു ഹാമിദൻ,
അങ്ങനെ എടുത്തിട്ട് ഫശഖത്തുഹു, ഞാനത് മുറിച്ചിട്ട് വായിലിട്ട് നോക്കുമ്പോ പുളിയാ. അപ്പൊ ഞാൻ ഫമളൈതു തറക്തു റുമാന, ഞാൻ അങ്ങനെ ഉറുമാമ്പഴം ഒഴിവാക്കിയിട്ട് ഞാൻ അങ്ങനെ പോയി. എന്താ പുളിയല്ലേ, പുളിയുള്ള ഉറുമാമ്പഴം തിന്നാൻ പറ്റൂല എന്ന് വിചാരിച്ച് ഞാൻ ഒഴിവാക്കി, ഞാൻ അങ്ങനെ പോയി. ഫറഅയ്തു റജുലൻ മത്റൂഹൻ ഖദ് ഇജ്തമഅ അലൈഹി സനാബീർ, അങ്ങനെ ഞാൻ ആ മലന്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോ ഒരാളുണ്ട് ഇങ്ങനെ കിടക്കുന്നത്, ആ മലന്റെ മേലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അയാളെ ചുറ്റുഭാഗത്തും കടന്നലുകൾ ഇങ്ങനെ, അയാളെങ്ങനെ വലയം ചെയ്തുകൊണ്ട്, അയാളെ ശല്യം ചെയ്തുകൊണ്ട് കടന്നലുകൾ ഇങ്ങനെ ഉണ്ട്. ഫഖുൽതു അസ്സലാമു അലൈക്കും, ഞാൻ അസ്സലാമു അലൈക്കും സലാം ചൊല്ലി. ഫഖാല വഅലൈക അസ്സലാം യാ ഇബ്രാഹിം, അയാൾ സലാം അടിക്കപ്പോ എന്റെ പേര് വിളിച്ചു. വഅലൈക അസ്സലാം യാ ഇബ്രാഹിം, ഇബ്രാഹിം വഅലൈക്കും അസ്സലാം. അപ്പൊ ഞാൻ ചോദിച്ചു ഫഖുൽതു കൈഫ അറഫ്തനി, നിങ്ങൾക്ക് ഇപ്പൊ ഇന്നെങ്ങനെ അറിയാം? ഈ മലന്റെ മുകളിൽ ഞാൻ നിങ്ങൾ മുമ്പ് കണ്ടിട്ടില്ല, നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്ന ചുറ്റുഭാഗത്ത് കുറെ കടന്നലുണ്ട്, ഇങ്ങനത്തെ ഒരു മനുഷ്യൻ, നിങ്ങൾക്ക് ഇങ്ങനെ എന്നെ അറിയാം? അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, മൻ അറഫല്ലാഹ ലാ യഖ്ഫ അലൈഹി ഷൈ, ആരെങ്കിലും അള്ളാനെ അറിഞ്ഞാൽ ഓനക്ക് പിന്നെ എല്ലാം അറിയും. ലാ യഖ്ഫ അലൈഹി ഷൈ, ഓന്റെ മേലെ ഒന്നും ഖഫിയാവൂല, ഓനക്കൊക്കെ അറിയാം. അള്ളാനെ അറിഞ്ഞ ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ അറിയാമെന്ന് നമുക്കൊന്നും പണിയില്ല. അപ്പൊ ഇയാളൊരു കാര്യപ്പെട്ട ആളാന്ന് മനസ്സിലായി, കാരണം അയാളെ മേലെ ചുറ്റുഭാഗത്തും കടന്നലുകളാണ്. അപ്പോ മഹാനായ ഇബ്രാഹിം അൽ ഖവാസ് തങ്ങൾ പറയാണ്, ഞാൻ അവനോട് പറഞ്ഞു, അറാലക ഹാലം മഅ അല്ലാഹി തആല, നിങ്ങൾ ഇപ്പൊ അള്ളാഹിനോട് നല്ല അടുപ്പുള്ള ഒരാളാണല്ലോ, അടുപ്പുള്ള ആളായത് കൊണ്ടിട്ടല്ലേ ഇപ്പോ ഈ ഇന്റെ പേരൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞത്, നല്ല അടുപ്പുള്ള ആളാണല്ലോ. അതുകൊണ്ട് ഫലോ സഅൽതുഹു യഹ്മിയക വയഖിയക മിൻ ഹാദിഹി സനാബീർ, നിങ്ങൾക്ക് ഈ കടന്നലുകളിൽ നിന്നൊക്കെ ഒരു സംരക്ഷണം കിട്ടാൻ വേണ്ടി അള്ളാഹിനോട് ദ്വാരുന്നൂടെ? കാരണം ഇബ്രാഹിം അൽ ഖവാസ് തങ്ങൾക്ക് വേദന വരികയാണ്, ഇയാളെ ചുറ്റുഭാഗത്തും കടന്നൽ വന്നിട്ട് ഇയാളെങ്ങനെ ശല്യപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹിനോട് ദ്വാരുന്നൂടെ, പടച്ചോനെ ഈ കടന്നലിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേന്ന് ദ്വാരുന്നൂടെ എന്ന് മഹാനവറുകൾ ഇബ്രാഹിം അൽ ഖവാസ് ഈ കെടുക്കണ മനുഷ്യനോട് പറഞ്ഞപ്പോ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എന്റെ മാതിരി തന്നെ നിങ്ങളും അള്ളാഹിനോട് അടുപ്പുള്ള ആളല്ലേ, നിങ്ങളും അള്ളാഹിനോട് അടുപ്പുള്ള ആളല്ലേ, നിങ്ങൾക്കൊരു കാര്യം ചെയ്തുകൂടായിരുന്നില്ലേ? നിങ്ങൾ ആ ഉറുമാമ്പഴം പറിച്ചപ്പോ, ആ ഉറുമാമ്പഴം പറിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പോയപ്പോ നിങ്ങൾക്ക് അള്ളാഹിനോട് പറഞ്ഞുകൂടായിരുന്നില്ലേ, പടച്ചോനെ ഉറുമാമ്പഴത്തിനോടുള്ള എന്റെ ഈ ആഗ്രഹം ഒന്ന് എന്റെ മനസ്സിൽ നിന്ന് ഒഴിവാക്കി കൊണ്ടാ നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നില്ലേ വെച്ചു. അപ്പൊ ഇയാള് ചെറിയ ആളല്ലല്ലോ. അപ്പൊ ഈ ഉറുമാമ്പഴം പറിച്ചതും ആ ഉറുമാമ്പഴം പുളിച്ചതും അത് ഒഴിവാക്കിയതൊക്കെ ഇയാൾ അറിയാം, ഈ മനുഷ്യനറിയാം. ഇയാളാണെങ്കിലും കടന്നലും കുത്തിക്കാണ്ട് ഇവിടെ കിടക്കുകയാണ്, കടന്നലും കുത്തിക്കാണ്ട് കിടക്കുക. അപ്പൊ നേരെ തിരിച്ചു ചോദിച്ചാതാ, നിങ്ങൾക്ക് ആ ഉറുമാമ്പഴങ്ങൾ പറിച്ചപ്പോ അത് പുളി ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായോ? അത് പുളി ഉണ്ടാവാനുള്ള കാരണം നിങ്ങളത് ആഗ്രഹിക്കാൻ പാടില്ല. ഒരു ഉറുമാമ്പഴം കിട്ടിയെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് അത് പുളി ഉണ്ടായത്. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് അള്ളാഹിനോട് ദ്വാരുന്നുണ്ടായിരുന്നില്ല, പടച്ചോൻ എന്റെ മനസ്സിൽ നിന്ന് ഈ ഉറുമാമ്പഴത്തിലുള്ള താല്പര്യമൊക്കെ ഒന്ന് ഒഴിവാക്കിക്കൊണ്ടാണ് നിങ്ങൾക്ക് ദ്വാരുന്നുണ്ടായിരുന്നില്ല വെച്ച്. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഇബ്രാഹിം, അതിന്റെ വേദന, നിങ്ങൾ ആ ഉറുമാമ്പഴം പറിച്ച് തിന്നിട്ട് അതിന് നിങ്ങൾക്ക് വേദന, നിങ്ങളെപ്പോഴത്തെ ആൾക്കാർക്ക് അത് വേദനയാണ്. അതിന്റെ വേദന അവിടെ പറഞ്ഞത് പാമ്പ് കുത്തുന്നത് പോലെയുള്ള വേദന അത് നിങ്ങൾക്ക് ആഖിറത്തിലുണ്ടാവും. നിങ്ങൾ അതിന്റെ വേദന ആഖിറത്തിന് അനുഭവിക്കേണ്ടി വരും. ഈ കടന്നലുകളൊക്കെ കുത്തിയാൽ അതിന്റെ വേദന ഈ ദുന്യാവിലുള്ളൂ. എനിക്ക് ഈ കടന്നലുകൾ കുത്തിയാൽ കിട്ടുന്ന വേദന ദുന്യാവിലാണ്, നിങ്ങൾക്ക് ഉറുമാമ്പഴം പറിച്ച് ഭക്ഷിച്ചപ്പോ കിട്ടിയ വേദന ആഖിറത്തിലാണെന്ന് എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം ഖവാസ് റളിയല്ലാഹു അൻഹു പോയി, അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടാണ് പോയി. ഇവരോടൊക്കെ എന്ത് പറയാനാണ്? ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ ഈ ദുനിയാവിൽ ജീവിച്ചിരുന്ന ഔലിയാക്കന്മാർ അവരാണ് രാജാക്കന്മാർ. എന്തുകൊണ്ട്? അവർക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല. ഈ താല്പര്യമാണ് മനുഷ്യനെ നാശത്തിലേക്ക് എത്തിക്കുന്നത്. എന്നെയും നിങ്ങളെയും നാശത്തിലേക്ക് എത്തിക്കുന്നത് ഈ കാണുന്ന താല്പര്യങ്ങളാണ്. ഇവിടെയുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളല്ലാത്ത സാലിഹീങ്ങളല്ലാത്ത ആളുകൾക്ക് വേണ്ടി ഉള്ള സൗകര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു സ്ഥലത്തും നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തിന് ഒരു ചെറിയ സുബ്ഹാനല്ലാഹ് പോലും ആ സുബ്ഹാനല്ലാഹ്ക്കുള്ള പ്രതിഫലം ഇവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല, അതൊക്കെ ആഖിറത്തിലാണ്. അള്ളാഹു നൽകുന്ന പ്രതിഫലത്തിനിക്ക് ഈ ദുനിയാവ് പര്യാപ്തമല്ല. ഈ ദുനിയാവിൽ അതിന്റെ പ്രതിഫലത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപമല്ല അള്ളാഹു ദുനിയാവിന് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ അള്ളാഹു ആഖിറത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാണുന്ന സൗകര്യങ്ങളും ആഡംബരങ്ങളും ഒക്കെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നമ്മള് അള്ളാഹുവിൽ നിന്ന് അകന്നകന്ന്, അതാണ് ഒരു ഉറുമാമ്പഴം ആഗ്രഹിച്ചു പോയി, ആ ആഗ്രഹിച്ചു കൊണ്ടിട്ടുള്ള ആ കുത്തല്, അതുകൊണ്ടിട്ടുള്ള നിങ്ങൾക്കുള്ള ശിക്ഷ നിങ്ങൾക്ക് ആഖിറത്തിൽ ഉണ്ടാകും. എനിക്ക് ഈ കടന്നലുകളൊക്കെ ഇവിടുന്ന് കുത്തിപ്പോകുന്നേ ഉള്ളൂ, ഇതുകൊണ്ട് പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. ഈ വിഷയങ്ങൾ നിങ്ങളുടെ ഇടയിലേക്ക് എടുത്തിടുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, സമാധാനവും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ ഇതിനോടുള്ള ഈ കാണുന്നതിനുള്ള താല്പര്യമില്ലാതിരിക്കണം. താല്പര്യം ഉണ്ടാകുമ്പോൾ അത് കൂടിക്കൂടി വരികയെ ചെയ്യുള്ളൂ. ആ താല്പര്യം ഇങ്ങനെ കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് നമ്മുടെ നാശത്തിലേക്ക് എത്തിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. അള്ളാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മളൊക്കെ അവരുടെ കൂട്ടത്തിൽ കൂടി കൂട്ടുമാറാകട്ടെ. അവരുടെ കൂട്ടത്തിൽ ചേരാൻ അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഒരു കാര്യം പറഞ്ഞു. ഒരാൾ നിസ്കരിക്കുന്ന അവസരത്തിൽ ഒരു കയറ് പിടിച്ചിട്ടുണ്ട്. ആ കയറിന്റെ തല നജസുണ്ട്. ആ കയറിന്റെ തലമ്മൽ ഏതോ നിലയ്ക്ക് നജസുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പൊ അയാൾ ഒരു നായനെ കെട്ടിയ കയറ്, ആ കയറ് പിടിച്ചിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ അയാളെ നിസ്കാരം ബാത്തിലാവും. പിടിച്ച കയറുമ്പോ നജസില്ല, പക്ഷെ ആ കയറിന്റെ തല നായനെ കെട്ടിയ തലയാണ് എങ്കിൽ അയാളുടെ നിസ്കാരം ബാത്തിലാകും എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നിസ്കരിക്കുന്ന അവസരത്തിലുള്ള വസ്ത്രം, ആ വസ്ത്രം ഒരു നേഴ്സിനെ സ്പർശിച്ചു കഴിഞ്ഞാൽ ആ വസ്ത്രം ചുമന്നുകൊണ്ട് നിസ്കരിക്കുമ്പോഴും നിസ്കാരം ബാത്തിലാകും. നിസ്കരിക്കുന്ന അവസരത്തിൽ പമ്പേഴ്സ് ഇട്ടതായ ഒരു കുട്ടി വന്ന് നമ്മുടെ മടിയിലിരുന്നാൽ നമ്മുടെ നിസ്കാരം ബാത്തിലാകും. കാരണം എന്തുകൊണ്ട്? ആ നജസ് ചുമക്കലായി. നജസിനെ ചുമന്നുകൊണ്ട് നിസ്കരിക്കൽ നിസ്കാരം ബാത്തിലാക്കും. നജസിനെ നിസ്കരിക്കുന്ന വസ്ത്രം, ശരീരം, സ്ഥലം, ഇത് മൂന്നും നജസിൽ നിന്ന് വൃത്തിയാകണം. നിസ്കരിക്കുന്ന വസ്ത്രം, ശരീരം, അതേപോലെ തന്നെ സ്ഥലവും. അപ്പൊ അതുകൊണ്ട് നജസ് ചുമന്നുകൊണ്ട് നിസ്കരിച്ചുകൂടാ. ഇപ്പോ അട്ട പോലത്തെ വെള്ളത്തിൽ ജീവിക്കുന്ന സാധനങ്ങൾ, അതിനെ വെള്ളത്തിൽ അത് കിടന്ന ചത്തുപോയിച്ചിട്ട് വെള്ളം സുന്നാവൂലെങ്കിലും അതിനെ ഒരാള് ചുമന്നുകൊണ്ട് നിസ്കരിച്ചാൽ, അതേപോലെ തന്നെ മനഃപൂർവം ഈ ഇത്തരം വെള്ളത്തിൽ ജീവിക്കുന്ന, വെള്ളത്തിൽ തന്നെ ചത്തുപോയ സാധനങ്ങളെ ചുമന്നുകൊണ്ട് പോക്കറ്റിലൊക്കെ ഇട്ടിട്ട് നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാവും. നജസ് ചുമന്നുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാവും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കുട്ടികൾ, അതിൽ മാർക്ക കല്യാണം കേൾക്കാത്ത കുട്ടികളാണെങ്കിൽ ആ കുട്ടികൾ പമ്പേഴ്സും ഇടണ്ട, ആ കുട്ടികൾ വന്ന് ഇരുന്നാൽ തന്നെ നമ്മുടെ മടിയിൽ ഇരുന്നാൽ, നിസ്കരിക്കുമ്പോൾ നമ്മുടെ മടിയിൽ ഇരുന്നാൽ നിസ്കാരം ബാത്തിലാവും. അതോടുകൂടെ തന്നെ ആ കുട്ടിനെ പിടിച്ചാലും നിസ്കാരം ബാത്തിലാവും. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. മാർക്ക കല്യാണം കഴിക്കാത്ത കുട്ടി നഴ്സുണ്ടാവും. അതുകൊണ്ടാണ് മാർക്ക കല്യാണം കുട്ടി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടീനെ കുളിപ്പിച്ചാൽ തേമം ചെയ്ത് കൊടുക്കണം. എന്തുകൊണ്ട്? ആ കുട്ടിയുടെ കുളി പൂർണ്ണമാകൂല. ആ മാർക്ക കല്യാണം ചെയ്യുന്ന ആ സ്ഥലത്ത് വെള്ളം എത്തൂല. വെള്ളം എത്താത്തതുകൊണ്ട്, കുളി പൂർണ്ണമാവാത്തത് കൊണ്ട് അത്തരം കുട്ടികളെ കുളിപ്പിച്ചതിന് ശേഷം പിന്നെ തേമം കൂടി ചെയ്തു കൊടുക്കണം. രണ്ടും കൂടി ചെയ്യണം. അപ്പൊ ഇപ്പൊ പ്രസവിക്കപ്പെട്ട കുട്ടിയാണ്. ആ പ്രസവിക്കപ്പെട്ട കുട്ടിക്ക് ജീവൻ ഉണ്ടെങ്കിൽ കുട്ടിന്റെ മേൽ മയ്യിത്ത് നിസ്കരിക്കണം. പ്രസവിക്കുന്ന അവസരത്തിൽ പ്രസവിക്കപ്പെടുമ്പോൾ ജീവൻ ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ മേൽ മയ്യിത്ത് നിസ്കരിക്കണം. ആ കുട്ടിക്ക് കുളിപ്പിച്ചു കൊടുക്കുന്നതോടുകൂടെ തന്നെ തേമം ചെയ്തു കൊടുക്കണം. കാരണം ആ മാർക്ക കല്യാണം കഴിക്കുന്ന ആ സ്ഥലത്ത് വെള്ളം എത്തൂല, അപ്പൊ കുളി പൂർണ്ണമാവില്ല. അതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത ആളുകൾക്ക് തേമം ചെയ്ത് കൊടുക്കണം. പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ടാൽ അവിടെ സ്റ്റിച്ച് വരും. ആ സ്റ്റിച്ച് ഉള്ള ഭാഗത്ത് വെള്ളത്തൂല. അപ്പൊ വെള്ളം എത്താത്ത കൊണ്ടിട്ടാണ് അവർക്ക് തേമം ചെയ്ത് കൊടുക്കണം എന്ന് പറയും. തേമം ചെയ്ത് കൊടുക്കാനൊന്നും ഒരു പണിയൊന്നുമില്ല. ഞാനൊരു മയ്യത്തിന് തേമം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേമാതിരി പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ട് കരുവന്തിരിത്തിയിൽ പിന്നെ വെള്ളത്തിൽ നിന്ന് ഷോക്ക് വന്നു, മഴവെള്ളം വന്ന് അവിടെ പിന്നെ ലൈനിൽ പോകുന്ന കമ്പി പൊട്ടി വീണിരുന്ന ഈ കുട്ടി അത് അറിഞ്ഞില്ല. ഇവിടെ ഓതിയിരുന്ന റഷീദ് എന്ന് പറയുന്ന റഷീദ് സൈദിയുടെ അനുജനായിരുന്നു. അപ്പൊ ഞാനന്ന് ഇവിടെ ഉള്ളത്. അപ്പൊ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഇവർക്കാർക്കും തേമം ചെയ്ത് കൊടുക്കാൻ നിശ്ചയില്ല. ഇവരാകെ ബേജാറായിക്കാം. എന്താ കാട്ടുന്നത്? എന്താ തേമം ചെയ്യാൻ വേണ്ടി മൊത്തം കയ്യിലൊന്നും ആക്കി കൊടുക്കണമെന്നല്ലേ ഉള്ളൂ. അത്രയേ ഉള്ളൂ അത്.
അപ്പൊ അതിന്റെ മണ്ണ് ചിലപ്പോൾ പൊടിയുള്ള മണ്ണ് കിട്ടാൻ പണിയാവും. മഴയൊക്കെ ആകുമ്പോൾ പൊടിയുള്ള മണ്ണ് കിട്ടാൻ പണിയാവും. അതുപോലെ കാർ പോർച്ചിൽ നിന്നൊക്കെ എടുത്താൽ മതി ആ മണ്ണ്. അവിടെയൊക്കെ മഴ തട്ടാത്ത സ്ഥലം ഉണ്ടാവില്ല, അവിടെ നിന്ന് മണ്ണ് എടുത്താൽ മതി. അപ്പൊ അങ്ങനെ തേമം ചെയ്ത് കൊടുക്കണം. കാരണം ഈ ഭാഗത്ത്, സ്റ്റിച്ചുള്ള ഭാഗത്ത് വെള്ളം എത്തൂല. അപ്പൊ പറഞ്ഞു വരുന്നത്, ഈ മാർക്ക കല്യാണം കഴിക്കാത്ത കുട്ടി, അതേപോലെ തന്നെ ഈ പമ്പേഴ്സ് കുട്ടികൾ വന്ന് നമ്മളെ തൊട്ടാലും പ്രശ്നമാണ്, നമ്മളാ കുട്ടികൾ വന്ന് പിടിച്ചാലും പ്രശ്നമാണ്. കാരണം അപ്പോഴും നമ്മൾ നെജസിനെ ചുമക്കുന്ന അവസ്ഥ വരും. നമ്മളെ വന്ന് കുട്ടികൾ പിടിച്ചാലും കുട്ടികളെ നമ്മൾ പിടിച്ചാലും ഇത്തരം കുട്ടികളെ, ഇപ്പൊ പമ്പേഴ്സിട്ട കുട്ടികളാണെങ്കിൽ ഉറപ്പാണ്, കാരണം അവരിത് നെജസ് ഉണ്ടാവും. ഹറമിലൊക്കെ എങ്ങനെ, ഹറമിലും മറ്റുള്ളിടത്തൊക്കെ അള്ളാഹു ആയാലും ഓല ഏത് മദ്ഹബുകാരാണെന്നോ ഏത് കോലത്തിലാണെന്നോ നമുക്കറിഞ്ഞൂടാ. അള്ളാഹു ആയാലും ചിലപ്പോ ഓല് ആ പള്ളിയിലും പാത്തു. എന്നിട്ട് ആ പള്ളിയിൽ മാറ്റിയിട്ട് മത്താഫിലാണെങ്കിൽ അത് വൃത്തിയാക്കാൻ സുഖം. മത്താഫിലാണെങ്കിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് പിന്നെ അവിടെ ഹോൾ ഉണ്ടാവും, അതുകൊണ്ട് തുറന്നുകൊണ്ട് അതിൽക്കുണ്ടാക്കും. പക്ഷെ അതിൽക്കാക്കുമ്പോൾ ഇവര് ശുദ്ധിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം അത് മുത്തലക്കായ വെള്ളമല്ല, അത് ഈ സോപ്പ് കലർന്ന വെള്ളമാണ്. ഈ സോപ്പ് കലർന്ന വെള്ളം കൊണ്ട് ശുദ്ധിയാക്കാൻ പറ്റില്ല. മുത്തലക്കായ വെള്ളം കൊണ്ട് ശുദ്ധിയാക്കണ്ട. ഈ സോപ്പ് കലർന്ന വെള്ളം മുത്തലക്കായ വെള്ളമാവില്ല. അതുകൊണ്ടല്ലേ നമ്മൾ ഒഴുക്കെള്ളം പാരുന്നത്. സോപ്പൊക്കെ ഇട്ട് കഴിക്കാനും നമ്മൾ ഒഴുക്കെള്ളം പാരുന്നത് എന്താ? ഒഴുക്കെള്ളം പാടുന്നാലും ഇത് വൃത്തിയാവുള്ളൂ. സോപ്പിന്റെ വെള്ളം കൊണ്ട്, സോപ്പുള്ള വെള്ളമാണ്, സോപ്പിന്റെ വെള്ളം കൊണ്ട് വൃത്തിയാക്കാൻ പറ്റുന്നു? ഓരെന്തൊക്കെ കാട്ടിക്കൂട്ടിട്ടുണ്ട്. അള്ളാഹു വല മത്താഫ് അങ്ങനെ ശരിക്കും നല്ല വെള്ളം ഒഴിച്ചാൽ വൃത്തിയാക്കിയാൽ മതി. അവിടെ മത്താഫിന് നല്ല സൗകര്യമുണ്ട്. പള്ളിയിൽ ആ സൗകര്യം ഇല്ല, മസ്ജിദുൽ ഹറാമിന് കണ്ടിട്ടില്ല. അപ്പൊ അവിടെ തുടച്ചിട്ട് ഓരോ പല നിലക്കും തുടച്ചിട്ട് വൃത്തിയാക്കുന്നുണ്ട്. കുട്ടികൾ മൂത്രം വെച്ചാലൊക്കെ തുടച്ചിട്ട് വൃത്തിയാക്കുന്നുണ്ട്. നമ്മളെടുക്കൽ കഴിയെങ്കിൽ വൃത്തിയാവുള്ളൂ, തുടച്ചാൽ പറ്റൂല, കഴുകന്നെ വേണം. അത് എവിടെയായിരുന്നാലും ശരി, ബെഡിലായിരുന്നാലും ശരി, തറയിലായിരുന്നാലും ശരി, കട്ടിലായിരുന്നാലും ശരി, എവിടെ മൂത്രമായിരുന്നാലും കഴുകണം. ബെഡ് കഴുകിയേ പറ്റൂ. അത് കഴുകാതെ അത് വൃത്തിയാകുന്ന ഒരു പരിപാടി നമുക്കില്ല, ഷാഫി മദ്ഹബ് പ്രകാരം ഇല്ല. അത് കഴുകന്നെ വേണം. അപ്പൊ ഈ പമ്പേഴ്സിലുണ്ടെങ്കിൽ അത് ഏതായിരുന്നാലും മൂത്രം ഉണ്ട്. ആ കുട്ടി വന്ന് മടിയിലിരുന്നാലോ കുട്ടിയെ പിടിച്ചാലോ കുട്ടി നമ്മളെ പിടിച്ചാലോ ഏതായാലും നമസ്കാരം മാത്രം. കാരണം എന്തുകൊണ്ട്? അവിടൊക്കെ നജസിനെ ചുമക്കുന്നു എന്ന് വരുന്നുണ്ട്. അതാണ് വിഷയം, നജസിനെ ചുമക്കുന്നു എന്ന് വരുന്നുണ്ട്. എങ്കിൽ ഒരു മുസല്ല വിരിച്ചു, നിസ്കരിക്കാതെ നിന്നപ്പോഴാണ് ആ മുസല്ലൊരു ഭാഗത്ത് നജസ് കണ്ടത്, എലിക്കാഷ്ടം കണ്ടു, അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും നജസ് ആ മുസല്ലന്റെ ആ ഭാഗത്ത് കണ്ടു, എങ്കിൽ ആ മുസല്ലിൽ നിസ്കരിക്കുന്നതുകൊണ്ട് വിരോധമില്ല. കാരണം അവിടെ നജസിന് ചുമക്കൽ വരുന്നില്ല. നജസ് ചുമക്കുക എന്ന് പറയുന്നത് നമ്മൾ പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ പിടിക്കുമ്പോഴാണ് നജസ് ചുമക്കൽ വരുന്നത്. മറ്റേത് അവിടെ നജസ് ചുമക്കൽ വരുന്നില്ല. അത് ഫുഖഹാ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പ്രത്യേകിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നിസ്കരിക്കുന്ന സ്ഥലം, ആ സ്ഥലത്ത് അതിന്റെ ആ ഭാഗത്തൊക്കെ ആ മുസല്ലന്റെ നമ്മള് മുസല്ലന്റെ ആ ഭാഗത്ത് തന്നെ ഏതുണ്ടായാൽ നജസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, പക്ഷെ അതിനെ പിടിക്കുകയാണെങ്കിൽ വരും. ആ മുസല്ലനെ നമ്മൾ കൈ കൊണ്ട് കൈ വെക്കുന്നത് വേറെ, പിടിക്കുന്നത് വേറെ. കൈ പിടിക്കുമ്പോൾ അത് അതിന്റെ മേലെ നിസ്കരിക്കലായി, കൈ വെക്കുമ്പോൾ പിടിക്കുമ്പോൾ ചുമക്കൽ വരും. അപ്പൊ ചുമക്കുന്ന അവസ്ഥ, നജസിനെ ചുമക്കുന്ന അവസ്ഥ ഉണ്ടായിക്കൂടാ. നജസിനെ ചുമക്കുന്ന അവസ്ഥ ഉണ്ടായാൽ നിസ്കാരം ബാത്തിലാകും. ഇത് സർവ്വസാധാരണയായിട്ട് സംഭവിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ തന്നെ ചെറിയ കുട്ടികൾ നിസ്കരിക്കുന്ന അവസരത്തിൽ വരാൻ വാപ്പ വൈകൂല. വാപ്പ അധികവും പള്ളിക്ക് പോകാനൊക്കെ വാപ്പാക്ക് അവസാന സമയത്തൊക്കെ വലിയ പ്രയാസം ഉണ്ടായിരുന്നു. അപ്പൊ പെരേന്ന് തന്നെ ജമാഅത്തെ നിസ്കരിക്കും. അതിന് ഞങ്ങളൊക്കെ റെഡിയായി നിന്നോളൂ. ബാങ്ക് കൊടുക്കുന്നതിന്റെ 20 മിനിറ്റ് മുമ്പ് വാപ്പ വിളിക്കും. വിളിച്ചിട്ട് ഒതുകൊടുത്തിട്ട് എല്ലാവരും റെഡിയായില്ലേ എന്ന് ചോദിക്കും. ഒതുകൊടുത്തിട്ട് റെഡിയായില്ലേ, നിസ്കരിക്കാനായിട്ടൊരു പായുണ്ട്, നിസ്കരിക്കാൻ പായ വിരിക്ക്, അതൊക്കെ ചെയ്യിപ്പിക്കും. വാപ്പാക്ക് പായ വിരിക്കാൻ കൈയായിട്ടൊന്നല്ല, അങ്ങനെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ പായ ഒക്കെ വിരിപ്പിച്ചിട്ടൊക്കെ ശരിയാവും. ഇപ്പോഴും നമ്മൾ ചിലപ്പം പെരേ നിസ്കരിക്കുമ്പോഴൊക്കെ നേരത്തെ തന്നെ പായൊക്കെ വിരിപ്പിച്ച് റെഡിയാക്കിപ്പിക്കും. ആ ശീലം കൊണ്ട് നേരത്തെ നിസ്കരിക്കാനായിട്ടൊരു പായാണ്. ഞാൻ വെല്ലൂർ പഠിക്കുന്ന അവസരത്തിൽ ആമ്പൂര് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ ആമ്പൂരിൽ നല്ല പുൽപ്പായ കിട്ടുമായിരുന്നു. അപ്പൊ അന്ന് അവിടെ കുതിരവണ്ടി കയറിയിട്ട് ഞാൻ പോയിട്ട് 2 പുൽപ്പായ കൊടുത്തു. അന്ന് കണ്ടു. അത് വാപ്പാക്ക് വലിയ ഇഷ്ടമായി. ആ പായ എപ്പോഴും ഉണ്ട്. വാപ്പ നിസ്കരിച്ചിരുന്ന പായ എൻ്റെ അടുത്തുണ്ട്. ആ പായ എപ്പോഴും ഉണ്ട്. അതിൽ തന്നെ ഞാൻ നിസ്കരിക്കാറുള്ളത്. അപ്പോ അത് ഞാൻ അവിടുന്ന് കൊടുന്നതാണ്. 40 കൊല്ലായി അവിടുന്ന് കൊടുന്നൊരു പായാണ്. അപ്പൊ ആ പായ കിട്ടിയപ്പോൾ വലിയ സന്തോഷമായി. നിസ്കരിക്കാനൊരു പായ. അപ്പൊ നിസ്കാരപ്പായ എന്ന് പറയാം. അതിനായിട്ടൊരു പായ വേറെ റെഡിയാക്കി വെക്കും. എന്നിട്ട് അതിൽ നിസ്കരിക്കും. അപ്പൊ കുട്ടികൾ വരാൻ സമ്മതിക്കൂല. അപ്പൊ കുട്ടികൾ വന്നാൽ പോണ്ട് പറഞ്ഞിട്ട്, കാരണം എന്താണ് സംഗതി, പിന്നെ തിരിഞ്ഞത് വലിയ ദേഷ്യത്തിന്, കുറച്ച് ദേഷ്യമൊക്കെ വേണ്ടി വരും ചിലപ്പോ. അല്ലെങ്കിൽ ഈ കുട്ടികൾ വന്ന് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് നമ്മളെ നമസ്കാരം പാത്തിലാവൂലേ. ചിലപ്പോഴൊക്കെ ദേഷ്യമൊക്കെ പിടിക്കേണ്ടി വരും. എപ്പോഴും ഇങ്ങനെ ആയാൽ പറ്റില്ല. 2 പാണ്ട് പോകാന്നൊക്കെ പറഞ്ഞാണ്ട് ഗൗരവത്തിൽ പറയുമ്പോൾ വാപ്പസ്കരിക്കാൻ ആരും പോകില്ല. കാരണം എന്താ, വാപ്പാലിരുന്ന് കിട്ടും, ചീത്ത കിട്ടും, അല്ലെങ്കിൽ ദേഷ്യം പിടിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ ആരും അങ്ങോട്ട് പോകില്ല. അപ്പൊ അങ്ങനെ വേണ്ടി ഒരു നിസ്കരിക്കുന്ന അവസരത്തിലൊക്കെ അല്ലെങ്കിൽ നമസ്കാരം പാത്തിലായി പോകില്ലേ. ഈ കുട്ടി വന്ന് പിടിച്ചാല്, അല്ലെങ്കിൽ കുട്ടി വന്ന് മടിയിൽ കുത്തിയിരുന്നാൽ കുട്ടികൾക്കുണ്ട്. അപ്പൊ കുട്ടികൾ നമ്മൾ അത്തയ്യാതിരിക്കുമ്പോഴേക്കാരും മടിയിൽ കുത്തിരിക്കാം.
അങ്ങനെ കുട്ടികൾക്ക് ചില സ്വഭാവമുണ്ട്. ഇങ്ങനെ നിരങ്ങി നിരങ്ങി വന്ന് കാണുന്നത് അത്തയ്യാത്തിൽ നിൽക്കുമ്പോൾ മടിയിൽ കുത്തിരിക്കും. നമ്മളെ നിൽക്കാൻ അതുവരെ നിൽക്കാറൊക്കെ പോയി. അത്തയ്യാത്ത് സലാം വിട്ടാൻ നേരത്തേക്കാരെ വന്ന് കുത്തിരിക്കാം. അങ്ങനെ വന്ന് കുത്തിരുന്നാൽ നിൽക്കാനും പോയി. കാരണം നേഴ്സിനെ ചുമക്കലായി, നേഴ്സിനെ ചുമന്നാൽ നിസ്കാരം പാത്തിലായി പോകും. നേഴ്സുണ്ടെങ്കിൽ മാർക്ക് കല്യാണം കേൾക്കാത്ത കുട്ടികളാണെങ്കിൽ ഉറപ്പന്നെ ഏതന്നെ നേഴ്സന്നെ. മറ്റത് പെൺകുട്ടികളാണെങ്കിൽ പമ്പേഴ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ നേഴ്സ് ഉണ്ടാവും, നേഴ്സ് ഉണ്ടാവുന്ന നിസ്കാരം പാത്തിലായി പോകും. ഇത് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പക്കൽ നിന്ന് എല്ലാ അമലുകളും സാലിഹായി സ്വീകരിക്കുമാറാകട്ടെ. പല ജാതി പ്രയാസങ്ങളും വിഷമങ്ങളും നമുക്കൊക്കെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാരെ ബർക്കത്തുകൊണ്ട്, ഈ ഔലിയാക്കന്മാരെ ബർക്കത്തുകൊണ്ട് എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും തീർത്ത് നമുക്കെല്ലാവർക്കും, നമ്മുടെ കുടുംബത്തിനും മക്കൾക്കും ഭാര്യമാർക്കും എല്ലാവർക്കും റാഹത്തും സന്തോഷവും പ്രദാനം ചെയ്യുമാറാകട്ടെ. വീടുകളൊക്കെ നല്ല പ്രകാശമുള്ള സന്തോഷമുള്ള റാഹത്തുള്ള വീടുകളായി അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് മരണപ്പെട്ടു പോയ മുഹമ്മദിയാക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമുക്ക് ചായയും പലഹാരവും നൽകുന്നത് ഒരു സഹോദരൻ MRI സ്കാനിന് വേണ്ടി പോകുമ്പോൾ ആ റിസൾട്ട് നല്ല രൂപത്തിലാകാൻ വേണ്ടി പ്രയാസങ്ങളൊന്നും ഇല്ലാതെ വലിയ ഒരു അസുഖം ആണെന്ന് പല ഡോക്ടർമാരും സംശയം പറഞ്ഞതായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, റിസൾട്ട് നല്ല രൂപത്തിലാകാൻ വേണ്ടി നമ്മുടെ ഈ മജ്ലിസിലേക്ക് നേർച്ചയാക്കിയതാണ്. നല്ല രൂപത്തിൽ സന്തോഷകരമായ റിസൾട്ട് കിട്ടുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു തആല പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ വക്കൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാകട്ടെ. ആഫിയത്ത്, സിഹത്ത്, സലാമത്ത് നമുക്ക് എല്ലാവർക്കും നൽകി വളരെ ഓർമ്മയോടുകൂടെ മരിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സജ്ജനങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.